ലാലേട്ടന് ഏറ്റവും പറ്റിയ പണി ബിവറേജിൽ ബില്ലടിക്കല. കാരണം മോഹൻലാലിന്റെ വിരലുകൾ വരെ നന്നായിട്ട് അഭിനയിക്കും, പണിയെടുക്കും. ആ പെട്ടെന്ന് പുള്ളി ബില്ലടിച്ചോളും. സുരേഷ് ഗോപി ചേട്ടൻ, അദ്ദേഹത്തിന് ഏറ്റവും പറ്റിയത് ഈ സീലിംഗിന്റെ വർക്കാണ്. അതാകുമ്പോ സീലിംഗ് ബോർഡ് പുള്ളി തന്നെ ഇങ്ങനെ അങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ഡ്രില്ല് ചെയ്യും. ലാൽ സാറ് റെയിൽവേയിൽ അനൗൺസ്മെന്റ് ചെയ്യുന്ന ജോലിയായിരിക്കും ഏറ്റവും നല്ലത്. പുള്ളി അനൗൺസ്മെന്റ് ഇങ്ങനെ ആയിരിക്കും. ആർക്കും ഒരു മനുഷ്യനൊന്നും മനസ്സിലായില്ലെങ്കിലും റെയിൽവേക്ക് ഗുണം ചെയ്യും. കാരണം ട്രെയിൻ താമസിച്ചാലും ആർക്കും മനസ്സിലാവില്ല. പുള്ളി പറഞ്ഞ സമയം കിട്ടിയിട്ടില്ലല്ലോ. നമ്മുടെ ചാക്കോച്ചൻ കോൾഡ് സ്റ്റോറേജിലോ അല്ലെങ്കിൽ ഒരു ബേക്കറിയിലെ ഒരു ഷെൽഫിലോ ഒക്കെ പണി കൊടുക്കാൻ നല്ലത്. അല്ലെങ്കിൽ പുള്ളിന് ഉറുമ്പരിക്കും. പുള്ളി ചോക്ലേറ്റ് ബോയ് ആണല്ലോ. ആസിഫ് അലിക്ക് ഉറപ്പായിട്ടും KSCB-ലായിരിക്കും ജോലി കിട്ടണം. കാരണം അവർക്ക് വേണ്ടത് ആര് ഫോൺ വിളിച്ചാലും ഫോൺ എടുക്കാത്ത ആളെയാണ്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ശ്രീനിവാസന് ഉറപ്പാണ് ട്രഷറിയിൽ ജോലി കൊടുത്ത പാവങ്ങൾക്ക് കൃത്യമായിട്ട് മാസം മാസം പെൻഷൻ കിട്ടും. കാരണം പുള്ളിയുടെ സിനിമ അങ്ങനെയല്ല, ഒരു കാര്യമില്ലെങ്കിൽ മാസം മാസം ഓരോന്നും അങ്ങോട്ട് കയറ്റി വിടും. പ്രിയദർശൻ സാറ് അദ്ദേഹത്തിന്റെ ഒരു വീടിന്റെ പെയിന്റിംഗ് വർക്ക് കൊടുത്ത സംഭവം വിദേശ മാതൃകയിലുള്ള വീടാണെങ്കിലും സംഭവം കളർഫുൾ ആയിരിക്കും. ലിജോ ജോസ് പള്ളിശ്ശേരി ഒരു വീട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ താമസിക്കാൻ പറ്റൂല, ഒരു 10 വർഷം കഴിഞ്ഞേ താമസിക്കാൻ പറ്റുള്ളൂ. കാരണം പുള്ളി ഉണ്ടാക്കണ എല്ലാം അങ്ങനെ 10 വർഷം കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എന്തിനാണ് ഇത് ധൃതി പിടിച്ച് ഇപ്പൊ ഉണ്ടാക്കിയത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാ എനിക്ക് പിടിക്കാത്ത. ഞാൻ എന്ത്